പിന്നെ ഇപ്പം മമ്മിക്ക് ഇപ്പൊ വർക്ക് ചെയ്ത് തുടങ്ങി പക്ഷേ ഇപ്പൊ നമ്മള് ബിസിനസ് റൺ ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു ലൈഫും അതിനു മുമ്പുള്ള ലൈഫും തമ്മിലൊന്ന് കമ്പയർ ചെയ്യാവോ? ഇപ്പം ഇതില്ലായിരുന്നു മമ്മിയുടെ ലൈഫ് എങ്ങനെയാകുമായിരുന്നു? ഓ, അത് ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോ ഭയങ്കര മിലിനോട് 100 പ്രാവശ്യം താങ്ക്സ്. കാരണം അതല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ഞാൻ മിലിനറിയില്ല, മമ്മി 21 കൊല്ലായിട്ട് അങ്ങനെ ബിസിനസ്സും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ പള്ളി ഡെക്കറേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു ദിവസമാണ് ഞാനും ഡെക്കറേഷന് വരും, അതിനപ്പുറത്തോട്ട് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമ്മള് വീട് നോക്കിയിരിക്കുക, വീട് അങ്ങനെ വീട്ടിലെ കാര്യങ്ങളും കുക്കിങ്ങും അങ്ങനെ ഇതൊക്കെ ആയിട്ട് ഗാർഡനിങ്ങും അങ്ങനെ ആയിട്ട് നടക്കേണ്ട വന്നേനെ. പക്ഷെ ഇപ്പൊ നമുക്ക് ഭയങ്കര ഒരു എയിമുണ്ട്. കാലത്ത് എഴുന്നേറ്റ് വേഗം കാര്യങ്ങൾ കഴിഞ്ഞ് ഇങ്ങോട്ട് വരണം, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണം. നമുക്ക് കസ്റ്റമേഴ്സിനെ കാണുമ്പോൾ തന്നെ ഒരു ഹാപ്പിനെസ് ആണ്. ഓ, അത് പറയുകയാണെങ്കിൽ ഭയങ്കര തമാശ മിലൻ. എൻ്റെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്രയാണ് 37 കൊല്ലാവാറായി. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കണ കാലത്ത് 37 ഇയേഴ്സ് ബാക്കില് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തെ ഫ്രണ്ട്സിനെയൊക്കെ ആഫ്റ്റർ 37 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് കണ്ടുമുട്ടിയവരുണ്ട്. ഭയങ്കര സന്തോഷം. നമുക്ക് നമ്മുടെ ഒരു മെയിൻ കസ്റ്റമേഴ്സ് ഇപ്പൊ എറണാകുളത്ത് നിന്നൊക്കെ ഞങ്ങളിപ്പോ നോക്കി കഴിഞ്ഞപ്പോ എറണാകുളത്ത് നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ്. തൃശ്ശൂർ ഒബ്വിയസ്ലി നമ്മുടെ ലൊക്കേഷൻ ആയതുകൊണ്ട് അത് കൂടാണ്ട് ഇപ്പൊ നമ്മൾ തൃശ്ശൂർ ഫോക്കസ് ചെയ്യാണ്. ഇരിഞ്ഞാലക്കുടയിൽ ഒരുപാട് വരുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇരിഞ്ഞാലക്കുടയിൽ എന്റെ വീട് ഇരിഞ്ഞാലക്കുടയാണല്ലോ. അപ്പൊ അവിടെ പഠിച്ചിട്ടുള്ള പഴയ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് പിന്നെ വന്ന ഫുൾ വർത്താനാണ്. ഭയങ്കര സന്തോഷം അവരെ കാണാനും അവർക്ക് കാണാനും എല്ലാം ഭയങ്കര സന്തോഷമാണ്. പിന്നെ അവരും പറയുന്നത് ഇപ്പൊ ഇരിഞ്ഞാലക്കുട പോലുള്ള സ്ഥലത്തൊക്കെ ഷോപ്സ് ആയി വരുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ അല്ലെങ്കിൽ അവരൊന്നെങ്കിൽ എറണാകുളത്ത് പോകണം, അതല്ലെങ്കിൽ കാലിക്കറ്റ്. പിന്നെ അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഭാഗ്യമാണ് നമ്മുടെ ശരിക്കും ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് നമ്മുടെ ഷോപ്പായത്. എല്ലാവർക്കും കാറില്ലാത്തവർക്ക് അല്ലെങ്കിൽ കാറുള്ളവര് തന്നെ ഭർത്താക്കന്മാര് ജോലിക്ക് പോയവര് നമ്മളെ ഡേ ടൈമിലൊക്കെ അവർക്ക് വരണമെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ബസ്സിൽ വരാം. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോയിൽ ഇങ്ങോട്ട് വരാം, ഇവിടുന്ന് പോവാം. ഇപ്പം എറണാകുളം സൈഡിൽ നിന്ന് ഇപ്പൊ കാലിക്കറ്റ് സൈഡിൽ നിന്നൊക്കെ ഇപ്പൊ വന്ദേ ഭാരതോടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ഈസിയായി ഇങ്ങോട്ട് വരാനായിട്ട്. ഇപ്പം മമ്മിക്ക് ഇപ്പൊ ചില ദിവസം ഞാൻ പർച്ചേസിന് പോകുമ്പോൾ മമ്മി കംപ്ലീറ്റ്ലി ഇതിൽ ഇൻവോൾവ് ആവും. അങ്ങനെയുള്ള സമയത്ത് മമ്മിക്ക് എന്തെങ്കിലും വീട്ടിൽ മിസ് ചെയ്യുന്നുണ്ടോ? ചിലപ്പോൾ വിചാരിക്കൂട്ടെ, ദൈവമേ പപ്പേനെ കാലത്ത് കണ്ടിട്ട് പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞ് പിന്നെ രാത്രി ആവുമ്പോഴാണ് പപ്പനെ കാണുന്നത് 7 മണി തൊട്ട്. അപ്പൊ വെരി ബിസി വീട്ടിലുണ്ടാവും. അപ്പൊ നമുക്ക് ചിലപ്പോ നമുക്കൊരു മനസാക്ഷി കുത്ത് തോന്നിക്കും പപ്പനെ കാണുന്നത്. പപ്പ ഉച്ച വരെയാണ് തിയേറ്ററിൽ പോവുള്ളൂ. ഉച്ച കഴിഞ്ഞ് ചിലപ്പോ മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോകും. അതല്ലെങ്കിൽ നമ്മള് ഉച്ച തിരിഞ്ഞ് കുർബാനയ്ക്ക് പോകില്ല, 5:30 കുർബാനയ്ക്ക്. 5:30 കുർബാനയ്ക്ക് പോകുമ്പോ പപ്പയുടെ കൂടെ ഉണ്ടാവും. എന്നാലും 2-3 ദിവസം അടുപ്പിച്ചാകുമ്പോ നമുക്കൊരു മനസാക്ഷി കുത്ത് തോന്നിക്കും. കാരണം എന്താ വെച്ചാൽ അല്ലാത്ത സമയത്ത് നമ്മൾ വീട്ടിലെ എല്ലാ കാര്യവും ചെയ്ത് അവരെ റിസീവ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ രണ്ടുപേരും 2 ഡിഫറെന്റ് ബിസിനസ് ഫീൽഡിലാണ്. പിന്നെ എനിക്ക് തോന്നിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു പപ്പയ്ക്കൊന്ന് നമ്മളുടെ കൂടെ ഇങ്ങനെ പർച്ചേസിട്ട് വരുമ്പോ അങ്ങനെ എൻജോയ് ചെയ്യില്ല എന്ന് നമ്മൾ വിചാരിച്ചത്. ഓ, ഇപ്പൊ ആള് ഭയങ്കര ഹാപ്പിയാണ് നമ്മളുടെ കൂടെ വന്നിരുന്ന്. പപ്പ സജഷൻ നൽകുന്ന കേൾക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകും സത്യം പറഞ്ഞ. പക്ഷെ പോള് കുറച്ച് എനിക്ക് പപ്പ പോളിനേക്കാളും ബെറ്റർ. പപ്പ കുറച്ചു നേരമൊക്കെ നമ്മളുടെ ഇതൊക്കെ എന്താ പറയാ, നമ്മളുടെ മെറ്റീരിയൽ അത് നന്നായിട്ടുണ്ടല്ലോ, ഇത് നന്നായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയും. ചിലപ്പോ ഈ കളർ ചൂസ് ചെയ്യുന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ഷോക്കിംഗ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നത് അത് ഈ മമ്മിയുടെ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ പപ്പ കണ്ടിട്ട് പപ്പയ്ക്ക് ആ ഒരു സെലക്ഷൻ മൈൻഡ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല നല്ലത് ഇങ്ങനെ സാരീസ് ആണെങ്കിലും എന്താണെങ്കിലും പപ്പയ്ക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ളൊരു 37 കൊല്ലായിട്ട് ഒന്നിച്ച് ജീവിച്ചപ്പോ അങ്ങനെ